Good morning, dear students. Welcome back to Personality Development. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് Stages of Personality Development. So before going to that topic, let us see what is human growth and human behavior. അപ്പോൾ human growth and behavior, മനുഷ്യന്റെ വളർച്ചയും അതുപോലെ തന്നെ സ്വഭാവവും എന്നുള്ളതാണ് ഈ ഒരു ടോപ്പിക്. So growth എന്താണെന്ന് നമുക്കറിയാം, വളർച്ചയാണ്. Growth refers to physical increase in some quantity over time. It includes changes in terms of height, weight, body proportions and general physical appearance. ഇപ്പോൾ ഗ്രോത്ത് എന്ന് പറയുന്നത് ഫിസിക്കലായിട്ടും ഉള്ള വളർച്ച അല്ലെങ്കിൽ ഇൻക്രീസ് ഇൻ സം ക്വാണ്ടിറ്റി അല്ലെങ്കിൽ വലുതാകുന്നതിനാണ് നമ്മൾ വളർച്ച എന്ന് പറയുന്നത്. അപ്പം എന്തൊക്കെയാണ്? അപ്പം അവിടെ ചേഞ്ചസ് ഉണ്ടാവും. ഇറ്റ് ഇൻക്ലൂഡ് ചേഞ്ചസ് ഇൻ ടേംസ് ഓഫ് ഹൈറ്റ് കൂടുന്നു, വെയിറ്റ് കൂടുന്നു, ബോഡി പ്രൊപ്പോർഷൻസ് മാറുന്നു ആൻഡ് ജനറൽ ഫിസിക്കൽ അപ്പിയറൻസ് മാറുന്നു. സോ ഇങ്ങനെ ഒരു ചേഞ്ച്, അതൊരു കുട്ടി വളരുന്നു, സോ അതിന്റെ ഗ്രോത്ത് ആണ്, ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വളർച്ചയാണ്. സോ അതിനെയാണ് നമ്മൾ ഗ്രോത്ത് എന്ന് പറയുന്നത്. സോ എന്താണ് ബിഹേവിയർ? അപ്പോൾ ബിഹേവിയർ ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ബിഹേവിയർ ഫോം ചെയ്യാൻ സഹായിക്കുന്ന മറ്റ് ഘടകങ്ങളാണ് നമ്മൾ കൾച്ചർ, സൊസൈറ്റി, അതുപോലെ തന്നെ വാല്യൂസ്, മോറൽസ്, എത്തിക്സ് ആൻഡ് ജെനറ്റിക്സ്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഒരു വ്യക്തിയുടെ ബിഹേവിയർ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഘടകങ്ങൾ. സോ ദ കപ്പാസിറ്റി ഓഫ് മെന്റൽ, ഫിസിക്കൽ, ഇമോഷണൽ ആൻഡ് സോഷ്യൽ ആക്ടിവിറ്റീസ് എക്സ്പീരിയൻസ്ഡ് ഡ്യൂറിംഗ് ദ 5 സ്റ്റേജസ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ് ലൈഫ്. അപ്പോൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും വൈകാരികമായിട്ടും അതുപോലെ തന്നെ സോഷ്യൽ ആക്ടിവിറ്റീസ് ഒരു വ്യക്തിയുടെ വളർച്ചയിൽ 5 ഘടകങ്ങളിൽ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പ്രധാനമായിട്ടുള്ള ആ ഓരോ ഘട്ടത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ അത് തന്നെ നമുക്ക് ഈ ഒരു വളർച്ചയെ അല്ലെങ്കിൽ ഈ ഹ്യൂമൻ ഗ്രോത്തിന്റെ 5 സ്റ്റേജുകളാണ് നമ്മൾ ഈ പറയാൻ പോകുന്നത്. First stage is known as prenatal. Second one is infancy, childhood, adolescence and adulthood. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള പ്രീനാറ്റൽ എന്ന് പറയുന്നത് ജനനത്തിന് മുമ്പുള്ള ഘട്ടത്തിനെയാണ്. അതായത് ഒരു കുട്ടി വയറ്റിലുള്ളപ്പോൾ അല്ലെ പ്രഗ്നൻസി ടൈമിൽ ഉള്ള ആ സമയം, അത് ആ വ്യക്തിയുടെ, ആ കുട്ടിയുടെ സ്വഭാവത്തിനെ സ്വാധീനിക്കുന്നു. സോ പ്രീനാറ്റൽ. സോ സെക്കൻഡ് സ്റ്റേജ് ആണ് ഇൻഫൻസി. കുട്ടി ജനിച്ച ഉടനെയുള്ള ആ ഒരു സ്റ്റേജാണ് ഇൻഫന്റ്, ശിശു ആയിരിക്കുമ്പോഴുള്ള അവസ്ഥ. ദെൻ ചൈൽഡ്ഹുഡ്, കുട്ടിക്കാലം. ദെൻ അഡോണസൻസ്, കൗമാരം. ആൻഡ് അഡൽട്ട്ഹുഡ്. അഡൽട്ട്ഹുഡ് എന്ന് പറയുമ്പം യൗവനത്തിന് ശേഷമുള്ള, യൗവനം മുതലുള്ള കാലഘട്ടം. സോ ഇങ്ങനെ 5 കാലഘട്ടങ്ങളായിട്ടാണ് മനുഷ്യന്റെ ഗ്രോത്തിനെ നമ്മൾ ഇവിടെ ഡിഫൈൻ ചെയ്യുന്നത്. സോ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ ആ മാനേജർക്ക് അത് അറിഞ്ഞിരിക്കണം. ഓരോ വ്യക്തികളും വ്യത്യസ്തരാണെന്ന് മനസ്സിലാക്കുക, ഓരോ വ്യക്തികളുടെയും പേഴ്സണാലിറ്റി ഡിഫറെൻ്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതനുസരിച്ച് വേണം ഓരോ വ്യക്തികൾക്കും ട്രെയിനിങ്ങും മറ്റും പ്രൊവൈഡ് ചെയ്യേണ്ടത്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള പെർഫോമൻസ് എംപ്ലോയീസിൽ നിന്നും നേടിയെടുക്കുവാൻ കഴിയും എന്നുള്ളതാണ് മാനേജർ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യം. So the next topic is stages of personality development. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് സ്റ്റേജസിലൂടെ ആ വളർച്ചയുടെ പല സ്റ്റേജസിനെ ഫ്രോയിഡ്, അതായത് സിഗ്മണ്ട് ഫ്രോയിഡ്, സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു സയൻറ്റിസ്റ്റ് നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള സ്റ്റേജുകളെ കുറിച്ചാണ് നമ്മൾ ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. വളർച്ചയുടെ ഓരോ ഘട്ടത്തിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് അദ്ദേഹം ഈ ഒരു 5 സ്റ്റേജുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അതായത് സ്റ്റേജസ് ഓഫ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ അക്കോർഡിംഗ് ടു ഫ്രോയിഡ് ദർ ആർ മെയിൻലി 5 സ്റ്റേജസ്. അതിൽ ഒന്നാമത്തെ തിയറി ആയിട്ടാണ് നമ്മൾ ഫ്രോയിഡിയൻ സ്റ്റേജസ് എന്നാണ് പറയുക. ഫ്രോയിഡിന്റെ സ്റ്റേജുകൾ, ഫ്രോയിഡ് ഡിഫൈൻ ചെയ്ത സ്റ്റേജുകൾ, അതിനെ നമ്മൾ 5 ആയിട്ട് തിരിക്കുന്നതിൽ ആദ്യത്തെ ദ ഓറൽ സ്റ്റേജ് എന്നാണ് പറയുന്നത്. ഓറൽ സ്റ്റേജ്. രണ്ടാമത്തേതാണ് ദ ഏനൽ സ്റ്റേജ്. മൂന്നാമത്തെ സ്റ്റേജ് ആണ് ദ ഫാലിക് സ്റ്റേജ് ആൻഡ് ഫോർത്ത് വൺ ഈസ്
the latency stage, and fifth one is the genital stage. So അതിനെ നമ്മൾ ഫ്രോയിഡ് സൈക്കോസെക്ഷൽ സ്റ്റേജസ് എന്നാണ് വിളിക്കുന്നത്. സോ ഏതൊക്കെയാണ് സ്റ്റേജുകളെന്നും അത് ഏതൊക്കെ വയസ്സുകളിലാണ് ഈ സ്റ്റേജ് എന്നുള്ളതാണ് നമുക്കിനി അറിയേണ്ടത്. സോ ഇവിടെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഓറൽ സ്റ്റേജ് എന്ന് പറഞ്ഞു. ഓറൽ സ്റ്റേജ് ആ ബർത്ത് മുതൽ 18 മാസത്തേക്ക്, അതായത് 1.5 വയസ്സ് വരെയുള്ള കാലഘട്ടത്തെയാണ് ഫ്രോയിഡ് ഓറൽ സ്റ്റേജ് എന്ന് വിളിച്ചിരുന്നത്. ഇപ്പോൾ ഓറൽ സ്റ്റേജ് എന്ന് വിളിക്കുമ്പോൾ അത് ഫീഡിങ്ങിന്റെ മെയിൻ ആയിട്ട് പ്ലഷർ സെന്റേഴ്സ് ഓൺ ദ മൗത്ത് ആണ് ഈ കുട്ടി കൂടുതലായിട്ടും പ്ലഷർ സെന്റർ ആയിട്ട് കരുതുന്നത്. സോ എങ്ങനെയാണ് സക്കിങ്, ബിറ്റിങ് ആൻഡ് ചൂയിങ്, ഇങ്ങനെയുള്ള ഈ കാര്യങ്ങൾ, ഈ ആക്ടിവിറ്റീസ് ആണ് ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റേജിനെയാണ് ഫ്രോയിഡ് ഓറൽ സ്റ്റേജ് എന്ന് പറയുന്നത്. അതായത് ജനനം മുതൽ 1.5 വർഷം വരെയുള്ളതാണ്. അക്കോർഡിംഗ് ടു ഫ്രോയിഡ് സൈക്കോസെക്ഷൽ സ്റ്റേജ്, ഫസ്റ്റ് സ്റ്റേജ്, ദാറ്റ് ഈസ് ഓറൽ സ്റ്റേജ്. According to Freud, the second stage is known as anal stage. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് 18 months to 36 months, അതായത് 1.5 വയസ്സ് മുതൽ 3 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിനെയാണ് ഫ്രോയിഡ് ആനൽ സ്റ്റേജ് എന്ന് വിളിച്ചിരുന്നത്. സോ ഹിയർ പ്ലഷർ ഫോക്കസ് ഓൺ ബൗൾ ആൻഡ് ബ്ലാഡർ എലിമിനേഷൻസ്, യൂറിനേറ്റ് ചെയ്യുന്നതും അതുപോലെ വിസർജനം നടത്തുന്നതും അതൊക്കെയാണ് ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടുള്ള ആക്ടിവിറ്റീസ്. കോപ്പിംഗ് വിത്ത് ഡിമാൻഡ്സ് ഫോർ കൺട്രോൾ. അപ്പോൾ ഈ കാലഘട്ടത്തിലാണ് കുട്ടിക്ക് ടോയ്ലറ്റ് ട്രെയിനിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനു വേണ്ടിയിട്ടുള്ള ആ ഒരു ട്രെയിനിങ്ങും അവയർനെസ്സും ഒക്കെ കിട്ടുന്നത്. ആ സ്റ്റേജിനെയാണ് നമ്മൾ ഏനൽ സ്റ്റേജ് അല്ലെങ്കിൽ ഫ്രോയിഡ് വിളിച്ചത് ഏനൽ സ്റ്റേജ്. അപ്പോൾ ഈ സ്റ്റേജുകളിലൊക്കെ കുട്ടിയുടെ വളർച്ച, അതായത് പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ ഈ ഓരോ സ്റ്റേജും പല രീതിയിലും അത് സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. പ്രത്യേകിച്ച് ഈ ഫസ്റ്റ് സ്റ്റേജിൽ ഈ സക്കിങ്, ബിറ്റിങ്, ചൂയിങ് ഹാബിറ്റ് ഒക്കെ എല്ലാ കുട്ടികൾക്കും ഉണ്ടാവും. അപ്പൊ അതിനെ നമ്മൾ തടഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ പേഴ്സണാലിറ്റിയെ ബാധിക്കും എന്നുള്ളതാണ് ഫ്രോയിഡ് പറയുന്നത്. അതുപോലെ തന്നെ ടോയ്ലറ്റ് ട്രെയിനിങ് ഒക്കെ പ്രോപ്പറായിട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ കുട്ടിയുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യും എന്നുള്ള രീതിയിലാണ്. അടുത്തതാണ് ഫാലിക് സ്റ്റേജ്, അതായത് 3 to 6 ഇയേഴ്സിനെയാണ് ഫ്രോയിഡ് ഫാലിക് സ്റ്റേജ് എന്ന് വിളിച്ചിരുന്നത്. ഇപ്പോൾ ഫ്രോയിഡിന്റെ സിദ്ധാന്ത പ്രകാരം 3ാമത്തെ സ്റ്റേജ് ആണ് ഫാലിക് സ്റ്റേജ്. പ്ലഷർ സോൺ ഈസ് ദ ജെനൈറ്റൽസ്. സോ ഫ്രോയിഡിന്റെ സിദ്ധാന്ത പ്രകാരം ഈ ഒരു ഏജിൽ ജെനൈറ്റൽസിനാണ് കൂടുതൽ കുട്ടി പ്രാധാന്യം കൊടുക്കുന്നത്, അതായത് ജനനേന്ദ്രിയങ്ങൾ അതിൽ ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ് ഈ 3 to 6 ഇയേഴ്സിന്റെ പ്രത്യേകത. സോ ദ നെക്സ്റ്റ് സ്റ്റേജ് ഈസ് നോൺ ആസ് ലേറ്റൻസി. ലേറ്റൻസി എന്ന് പറയുമ്പോൾ 6 ഇയേഴ്സ്, 6ാമത്തെ വയസ്സ് മുതൽ പ്യൂബർട്ടി, അതായത് പ്രായപൂർത്തിയാകുന്ന, വളർച്ച പൂർത്തിയാക്കുന്ന ആ ഒരു സമയം വരെയുള്ള കാലഘട്ടമാണ്. അതിനെയാണ് ലേറ്റൻസി സ്റ്റേജ് എന്ന് പറയുന്നത്. സോ ഡോമന്റ് സെക്ഷുവൽ ഫീലിങ്സ്. ഇപ്പൊ ഇവിടുത്തെ പ്രത്യേകത സജീവമല്ലാത്ത സെക്ഷുവൽ ഫീലിങ്സ് ആണ് ഈ ഒരു സ്റ്റേജസിന്റെ പ്രത്യേകത. സോ ഫ്രോയിഡിന്റെ സിദ്ധാന്ത പ്രകാരം അടുത്ത 5ാമത്തെ സ്റ്റേജ് ആണ് ജെനൈറ്റൽ സ്റ്റേജ് എന്ന് പറയും. ഈ ജെനിറ്റൽ സ്റ്റേജ് പ്യൂബർട്ടി ആണെന്ന് പറയുന്നത്. സോ അവിടെ സെക്ഷുവൽ ഗ്രോത്ത് വളർച്ച പൂർണ്ണമായിട്ടുണ്ട്. സോ അല്ലെങ്കിൽ മച്യൂരേഷൻ ഓഫ് സെക്ഷുവൽ ഇൻട്രസ്റ്റ്. സോ ഈ ഒരു സ്റ്റേജിനെയാണ് ജെനിറ്റൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള 5 സ്റ്റേജുകളായിട്ടാണ് ഫ്രോയിഡ് ഹ്യൂമൻ സൈക്കോസെക്ഷൽ സ്റ്റേജസ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഈ ഒരു സ്റ്റേജുകൾക്ക് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റുമായിട്ട് നല്ല ബന്ധമുണ്ട് എന്നാണ് ഫ്രോയിഡ് പറഞ്ഞു വരുന്നത്. സോ ഫ്രോയിഡ് പറഞ്ഞ പ്രകാരം ഈ ഓറൽ സ്റ്റേജിൽ എന്താണ് അവിടെ റിലേറ്റഡ് ടു ലേറ്റർ മിസ്ട്രസ്റ്റ് ആൻഡ് റിജക്ഷൻ ഇഷ്യൂസ്. അപ്പൊ ശരിയായ രീതിയിൽ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് കുട്ടികൾക്ക് നടന്നിട്ടില്ല എങ്കിൽ അത് മിസ്ട്രസ്റ്റ് എന്നുള്ള ഒരു സ്വഭാവ സവിശേഷത അല്ലെങ്കിൽ വിശ്വാസമില്ലായ്മയും റിജക്ഷൻ ഇഷ്യൂസ് ഇങ്ങനെയൊക്കെയുള്ള ഒരു രീതിയിലേക്ക് മാനസികമായിട്ടുള്ള വികസനത്തിന് ഇങ്ങനെയുള്ള സാധ്യതകളൊക്കെ സംഭവിക്കും. സോ അതുപോലെ തന്നെ 2ാമത്തെ സ്റ്റേജ് ആയിട്ടുള്ള ഏനൽ സ്റ്റേജിൽ പ്രോപ്പർ ട്രെയിനിങ്ങും കാര്യങ്ങളും അങ്ങനെയായിട്ടൊന്നും ശ്രദ്ധകളോ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ റിലേറ്റഡ് ടു ലേറ്റർ പേഴ്സണൽ പവർ ഇഷ്യൂസ്, പവർ, കോൺഫിഡൻസ് ഇങ്ങനെയുള്ള ഇഷ്യൂസിനെയൊക്കെയാണ് ഈ ഒരു സ്റ്റേജിൽ അതിൻ്റെ ശരിയായിട്ടുള്ള വളർച്ച നടന്നില്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പേഴ്സണൽ പവർ, കോൺഫിഡൻസ്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ.
അതുപോലെ ഫാലിക് സ്റ്റേജിൽ പ്രോപ്പർ ഡെവലപ്മെന്റ് അല്ല എങ്കിൽ അല്ലെങ്കിൽ ശ്രദ്ധ കിട്ടിയിട്ടില്ല എങ്കിൽ റിലേറ്റഡ് ടു ലേറ്റർ സെക്ഷുവൽ ആറ്റിറ്റ്യൂഡ്സ്, അതായത് സെക്ഷുവൽ ആറ്റിറ്റ്യൂഡിന് തന്നെ മാറ്റം വരാനുള്ള സാധ്യത ഉണ്ട്. അതാണ് ഈ ഫാലിക് സ്റ്റേജിന്റെ പ്രത്യേകത. സോ ഇവിടെ ഫോർത്ത് സ്റ്റേജ് ആയിട്ടുള്ള ലേറ്റൻസി സ്റ്റേജിന്റെ എ ടൈം ഓഫ് സോഷ്യലൈസേഷൻ, ആ സമയത്താണ് സോഷ്യലൈസേഷൻ നടക്കുന്നത്. മറ്റുള്ള ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ ആ സോഷ്യൽ ലൈഫ് എങ്ങനെയാണെന്നുള്ള രീതിയിൽ ഡെവലപ്പ് ചെയ്യുന്നതും ഇതൊക്കെ ഈ ഒരു ലേറ്റൻസി സ്റ്റേജിന് വളരെ ഇൻഫ്ലുവൻസ് ഉണ്ട്. സോ ദ ഫിഫ്ത്ത് സ്റ്റേജ് ആയിട്ടുള്ള ജെനൈറ്റൽ സ്റ്റേജ് അല്ലെ ജെനിറ്റൽ സ്റ്റേജിൽ കൂടുതലായിട്ടും സെക്ഷുവൽ എനർജീസ് ആർ ഇൻവെസ്റ്റഡ് ഇൻ ലൈഫ്. അവിടെ ഡെവലപ്മെന്റ്, ഹ്യൂമൻ ഡെവലപ്മെന്റ് നടന്നു. അപ്പോൾ അവിടെ കൂടുതലായിട്ടും സെക്ഷുവൽ എനർജീസ് ആർ ഇൻവെസ്റ്റഡ് ഇൻ ലൈഫ്. ഇപ്പോൾ സെക്ഷുവാലിറ്റി ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റേജ് ആണ് ഈ ജെനൈറ്റൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ 5 സ്റ്റേജസിന്റെ ഇവിടെ ഒരു പിക്ചർ ഫ്രോയിഡിന്റെ 5 സ്റ്റേജുകളും ഇവിടെ ഇല്ലുസ്ട്രേറ്റ് ചെയ്തിരിക്കുന്നതാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. ഓരോ ബോക്സുകളിലായിട്ട് ഓരോ സ്റ്റേജുകൾ കാണിക്കുന്നുണ്ട്. സോ ദിസ് ഈസ് ഓറൽ സ്റ്റേജ്. അതിന്റെ ബർത്ത് ടു 1 year 1.5 year ആണ്. അത് ചെറിയ വേരിയേഷനൊക്കെ പല രീതിയിലും പല ബുക്കിലും കാണാറുണ്ട്. സോ ഇവിടെ ഫസ്റ്റ് സ്റ്റേജ് ഓറൽ സ്റ്റേജ്, ദെൻ ഏനൽ സ്റ്റേജ്, ദെൻ ഫാലിക് സ്റ്റേജ്, ലേറ്റന്റ് സ്റ്റേജ് ആൻഡ് ജെനൈറ്റൽ സ്റ്റേജ്. സോ ഇങ്ങനെയുള്ള ജെനൈറ്റൽ സ്റ്റേജ് ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള 5ാമത്തെ സ്റ്റേജ് ആണ്. മച്യൂർ ആയിട്ടുള്ളതിന് ആ ഒരു സ്റ്റേജ് ആണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിനെ നമ്മൾ ഫ്രോയിഡ് ഇതിനെ 5 സ്റ്റേജുകളായിട്ട് തിരിച്ചിരിക്കുന്നത്. സോ ഇവിടെ സ്റ്റേജസ് ഓഫ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിൽ ആദ്യം തന്നെ ഫ്രോയിഡൻ സ്റ്റേജ് ആണ് പറയുന്നത്. സിഗ്മണ്ട് ഫ്രോയിഡ് വാസ് എ പൈനിയർ സ്റ്റേജ് തിയറിസ്റ്റ്. സോ തിയറികളിൽ മുഖ്യനായിട്ടുള്ള ഒരാളായിരുന്നു സിഗ്മണ്ട് ഫ്രോയിഡ്. സോ അദ്ദേഹത്തിന്റെ ഈ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനെ കുറിച്ച്, ഈ സ്റ്റേജുകളെ കുറിച്ച് ആദ്യമായിട്ട് എഴുതിയത് ഗ്രീക്ക് ഭാഷയിലായിരുന്നു. അപ്പം ഫ്രോയിഡ് പറഞ്ഞ പ്രകാരം പേഴ്സണാലിറ്റി ഡെവലപ്സ് ആസ് എ റിസൾട്ട് ഓഫ് ഇന്ററാക്ഷൻ ഓഫ് 4 മെയിൻ സോഴ്സസ് ഓഫ് സ്ട്രെസ്. സ്ട്രെസ്സിന്റെ 4 സോഴ്സുകളിൽ നിന്നാണ് പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്നത്. These are physical growth process, frustration, conflict and threats. ഇങ്ങനെയുള്ള 4 സ്ട്രെസ്സുകളാണ് പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു 4 ഘടകങ്ങൾ. സോ ഇനി അദ്ദേഹം 5 സ്റ്റേജുകളും ഡിഫൈൻ ചെയ്യുന്നുണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഫ്രോയിഡ് ബിലീവ് ദാറ്റ് ദീസ് സ്റ്റേജസ് ആർ ദ മെയിൻ ഡ്രൈവിംഗ് ഫോഴ്സ് ഓഫ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. ഈ 5 സ്റ്റേജുകളാണ് മെയിൻ ആയിട്ടുള്ള ഡ്രൈവിംഗ് ഫോഴ്സ്. എന്തിൻ്റെയാണ്? ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന്റെ ഡ്രൈവിംഗ് ഫോഴ്സ് ആയിട്ടാണ് ഈ 5 സ്റ്റേജിനെ ഫ്രോയിഡ് കരുതുന്നത്. സോ ഓറൽ സ്റ്റേജിൽ ഇവിടെ ചൈൽഡ് പ്രധാനമായിട്ടും സാറ്റിസ്ഫൈഡ് ആകുന്നത് ബയോളജിക്കൽ നീഡായിട്ടുള്ള തമ്പ് സക്കിങ്, അതായത് പെരുവിരലോ കൈവിരലുകളോ സക്ക് ചെയ്യുക, അതാണ് ഇവിടുത്തെ പ്രധാന ഒരു ആക്ടിവിറ്റി. രണ്ടാമത്തേതെന്ന് പറയുന്നത് സെക്കൻഡ് സ്റ്റേജ് ആയിട്ടുള്ള ഏനൽ സ്റ്റേജ് ആണ്. സോ ഇവിടെ പറയുന്നുണ്ട് ദ ടോയ്ലറ്റ് ഹാബിറ്റ്സ് ഓഫ് ദ ചിൽഡ്രൻ ഡ്യൂറിംഗ് ദിസ് ഫേസ് ഹാവ് എ കൺസിഡറബിൾ ഇൻഫ്ലുവൻസ് ഓൺ ദ ഡെവലപ്മെന്റ് ഓഫ് പേഴ്സണാലിറ്റി അറ്റ് ലേറ്റർ സ്റ്റേജ്. ഈ സമയത്തുള്ള ടോയ്ലറ്റ് ഹാബിറ്റുകൾ ആ കുട്ടിയുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനെ വളരെ കൺസിഡർ ചെയ്യുന്ന, ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യമായിട്ട് മാറാറുണ്ട് എന്നാണ് ഫ്രോയിഡ് പറയുന്നത്. സോ ദ ഫാലിക് സ്റ്റേജ്. സോ ഇവിടെ ഒരു ബോഡിയിൽ, ഒരു വ്യക്തിയുടെ ശരീരത്തിൽ സെക്ഷൽ ഓർഗൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നു. ആ ഒരു സ്റ്റേജ് ആണ് നമ്മൾ ഫാലിക് സ്റ്റേജ് എന്ന് പറയുന്നത്. സോ ലേറ്റൻസി സ്റ്റേജ് എന്ന് പറയുന്നതാണ് അഡോളസൻസ് വരെയുള്ള ആ ഒരു ടൈമാണ്. സോ അറ്റ് ദിസ് സ്റ്റേജ് the focus shift to satisfying one's social needs. സോഷ്യൽ നീഡ്സ് ആണ് കൂടുതലായിട്ട് ഈ ഒരു സ്റ്റേജിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നത്, ലൈക്ക് പ്ലേയിങ് ആൻഡ് ടോക്കിംഗ് വിത്ത് ഫ്രണ്ട്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. സോ it is only during this phase the child acquires the knowledge and skill necessary to progress. ഈ കുട്ടി അറിവ് സമ്പാദിക്കുന്നത്, അല്ലെങ്കിൽ സ്കില്ലൊക്കെ സമ്പാദിക്കുന്നത് ഇങ്ങനെ മറ്റുള്ളവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുകയൊക്കെ, ഇങ്ങനെയുള്ള ഭാവിയിലേക്ക് വേണ്ട സ്കിൽസ് ഒക്കെ നേടിയെടുക്കുന്നത് ഈ ലേറ്റൻസി സ്റ്റേജിലാണ്. ദെൻ ജെനിറ്റൽ സ്റ്റേജ്, 5th one. സോ അഡോളസൻസ് മുതൽ അഡൽട്ട്ഹുഡ് വരെയാണ്, അതായത് ഈ ഒരു സ്റ്റേജ്. സോ ഇവിടെയാണ് നമ്മൾ പറഞ്ഞ പോലെ കുട്ടിയുടെ പൂർണ്ണ
സെക്ഷുവൽ ഗ്രോത്ത് ഇവിടെ നടക്കുന്ന ഒരു സമയമാണ്. സോ ദ ഇൻഡിവിജ്വൽ റിവാൾസ് ഹിസ് സെക്ഷുവൽ ഡിസയർ, ദ ഇൻട്രസ്റ്റ് ഇൻ ദ ഓപ്പോസിറ്റ് സെക്സ് ഇൻക്രീസസ്. ഈ ഒരു എതിർലിംഗവുമായിട്ടുള്ള ഒരു അടുപ്പം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ ഒരു സ്റ്റേജിന്റെ പ്രത്യേകത. സോ ഇങ്ങനെയുള്ള 5 സ്റ്റേജുകളാണ് ഫ്രോയിഡ്സ് 5 സ്റ്റേജസ് ഓഫ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്നറിയപ്പെടുന്നത്. സോ ഇനി നമ്മൾ പറയാൻ പോകുന്നത് നിയോ ഫ്രോയിഡൻ തിയറീസ്, അതായത് ഫ്രോയിഡ് തിയറിക്ക് ഒപ്പോസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഫ്രോയിഡ് തിയറിയെ പുതുക്കിയ അല്ലെങ്കിൽ പുതിയതാക്കിയ നവമാക്കിയ ഒരു തിയറികളാണ് നമ്മൾ നിയോ ഫ്രോയിഡൻ തിയറി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ കുറെ സൈക്കോളജിസ്റ്റുകളൊക്കെ ചേർന്ന് സയന്റിസ്റ്റുകൾ ചേർന്നിട്ട് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ തിയറിയെ ഒന്ന് നവോത്ഥാനം ചെയ്തു അല്ലെ പുനരുദ്ധാരണം ചെയ്തു. സോ അതാണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്ന നിയോ ഫ്രോയിഡൻ തിയറി എന്ന് പറയുന്നത്. ഇപ്പൊ അവര് പ്രധാന ആൾക്കാര് കാൾ ജങ്, ആൽഫ്രഡ് അഡ്ലർ, എറിക് എറിക്സൺ, കാരൻ ഹോണി, എറിച്ച് ഫോൺ ആൻഡ് ഹാരി സ്റ്റാർക്ക് സുർലിവാൻ, ഇത്രയും പേര് ചേർന്നിട്ട് ആണ് നിയോ ഫ്രോയിഡൻ തിയറി, ഫ്രോയിഡൻ തിയറിയെ പരിഷ്കരിച്ച രൂപമാക്കി എഴുതിയത്. സോ അവരെന്താണ് ചെയ്തത്? അവര് സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞ പോലെ ഈ 5 സ്റ്റേജുകൾ പേഴ്സണാലിറ്റിയെ ഡെവലപ്പ് ചെയ്യുന്നു എന്നതിനുപരിയായിട്ട് പ്രധാനമായിട്ടും അതായത് എൻവയോൺമെന്റിന്റെ പങ്ക്, പരിസ്ഥിതിയുടെ പങ്ക് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഉണ്ട് എന്നുള്ള കാര്യം കൂടെ ഇവിടെ ചേർത്തിരിക്കുകയാണ്. They emphasize the role of environmental values or valuables in the development of personality. ഇപ്പൊ ഈ പറഞ്ഞതിൽ ഏറ്റവും ശ്രദ്ധേയമായത് എറിക്സൺസ് സൈക്കോളജിക്കൽ സ്റ്റേജസ് ഓഫ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്നുള്ള ഒരു തിയറിയാണ് കൂടുതൽ ശ്രദ്ധയാർജിച്ചത്. ഇപ്പൊ എറിക്സന്റെ ഈ ഒരു തിയറിയുടെ പ്രത്യേകത, എറിക്സൺ 8 സ്റ്റേജുകളിലായിട്ട് ഈ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് 8 സ്റ്റേജുകളായിട്ട്, അതായത് സൈക്കോളജിക്കൽ സ്റ്റേജിനെ 8 എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്തു. സിഗ്മണ്ട് ഫ്രോയിഡ് 5 പറഞ്ഞുള്ളൂ, ഈ എറിക്സൺ എന്ത് ചെയ്തു 8 സ്റ്റേജസ്. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സ്റ്റേജ് 1 ഈസ് നോൺ ആസ് ഇൻഫൻസി ആൻഡ് സ്റ്റേജ് 2 ഈസ് കോൾഡ് early childhood and stage 3 is called play age and stage 4 school age, stage 5 adolescence, stage 6 young adulthood, then 7th stage adulthood and 8th stage is later life. ഇങ്ങനെ 8 ആയിട്ട് എറിക്സൺ ഈ ഒരു സ്റ്റേജുകളെ ഡിവൈഡ് ചെയ്തു. ഇപ്പൊ എറിക്സന്റെ ആദ്യത്തെ സ്റ്റേജ് ആണ് സ്റ്റേജ് 1 ഇൻഫൻസി എന്ന് പറയുന്നത്, അതായത് ശിശു ആയിരിക്കുമ്പോഴുള്ള സ്റ്റേജ്. ഇപ്പൊ ഇവിടെ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഇൻഫന്റ് സ്റ്റേജിന്റെ പ്രത്യേകത, അതായത് ട്രസ്റ്റും മിസ്ട്രസ്റ്റും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. വിശ്വാസവും ഇല്ലായ്മ. An infant who is cared for in a loving and affectionate way learns to trust other people. വളരെ സ്നേഹത്തോടും കെയറും കൊടുത്ത് വളർന്ന ഈ കൊച്ച് മറ്റുള്ളവരിൽ വിശ്വാസം അർപ്പിക്കുന്നു, അല്ലെ മറ്റുള്ളവരെ വിശ്വസിക്കുന്നു. ലാക്ക് ഓഫ് ലവ് ആൻഡ് അഫെക്ഷൻ റിസൾട്ട്സ് മിസ്ട്രസ്റ്റ്. ഇപ്പം അതുപോലെ തന്നെ സ്നേഹമൊക്കെ കിട്ടാതെ, ലാക്ക് ഓഫ് ലവ് ആൻഡ് അഫെക്ഷൻ, സംരക്ഷണമൊക്കെ കിട്ടാതെ വരുമ്പോൾ അങ്ങനെയുള്ള കുട്ടി വലുതാകുമ്പോൾ മിസ്ട്രസ്റ്റ്, മറ്റുള്ളവരെ വിശ്വാസം നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. സോ ദ സെക്കൻഡ് സ്റ്റേജ് ഈസ് ഏർലി ചൈൽഡ്ഹുഡ്. ഇവിടുത്തെ പ്രത്യേകത, ചൈൽഡ് ഇൻഡിപെൻഡന്റ് ആവാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ സ്വാതന്ത്ര്യം, പാരന്റ്സിൽ നിന്നും കുറച്ച് സ്വതന്ത്രമാകാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് കുട്ടിയെ എല്ലാം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തടയുക അല്ലെങ്കിൽ എല്ലാം കൺട്രോൾ ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ കോൺഫിഡൻസിനെയൊക്കെ ബാധിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഡിസിപ്ലിനെ ബാധിക്കുന്നു. അതുപോലെ തന്നെ സെൽഫ് ഡൗട്ട്, ഷെയിം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അഫക്റ്റ് ചെയ്യുന്നത് ഈ സ്റ്റേജിലാണ്. ഇപ്പൊ ഈ ഫസ്റ്റ് ഇൻഫൻസി സ്റ്റേജ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇയർ ആണ്, 1ാമത്തെ വയസ്സാണ്. ഇവിടെ 2ാമത്തെ സ്റ്റേജ് ആയിട്ടുള്ള ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് 2nd and 3rd ഇയർ ആണ്. അതുപോലെ തന്നെ സ്റ്റേജ് 3 പ്ലേ ഏജ് എന്ന് പറയുന്നത് ആ കുട്ടിയുടെ 4 and 5 years, 4ഉം 5ഉം വയസ്സാണ്. ഈ സമയത്ത് അവർ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് അവർ കാണിച്ചു തരികയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ എൻകറേജ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പൊ അങ്ങനെ എൻകറേജ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് ചെയ്യാൻ പ്രോത്സാഹനം കൊടുത്താൽ അങ്ങനെയുള്ള കുട്ടിക്ക് പിന്നെ ഒരു സെൻസ് ഓഫ് ഇനിഷ്യേറ്റീവ്,
ഒരു തുടക്കമെടുക്കാനുള്ള ഒരു കഴിവ് ഉണ്ടാവുന്നുള്ളതാണ്. ആരംഭിക്കാനുള്ള ഒരു കഴിവ്, എല്ലാ കാര്യത്തിലും ഇനിഷ്യേറ്റീവ് എടുക്കാനുള്ള ഒരു സ്വഭാവം രൂപപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും തടയുകയാണെങ്കിൽ, ആ കുട്ടിയെ ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ അവർക്കൊരു ഫീലിംഗ് ഓഫ് ഇൻകേപ്പബിൾ, അവർക്ക് ചെയ്യാൻ പറ്റിയല്ല എന്നുള്ള ഒരു തോന്നൽ അവർക്ക് വരുന്നു. അപ്പോൾ അതിൽ നിന്നും അവർക്ക് സെൻസ് ഓഫ് ഗിൽറ്റ് ആൻഡ് ലാക്ക് ഓഫ് സെൽഫ് കോൺഫിഡൻസ്, ആത്മവിശ്വാസത്തിന് കുറവൊക്കെ സംഭവിക്കുന്നു എന്നുള്ളതാണ് ഈ സ്റ്റേജിന്റെ ഒരു പ്രത്യേകത. ദെൻ ദ ഫോർത്ത് സ്റ്റേജ് ഈസ് സ്കൂൾ ഏജ്. 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെയാണ് ഈ സ്കൂൾ ഏജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സമയത്താണ് ന്യൂ സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത്, അതുപോലെ തന്നെ സോഷ്യൽ എബിലിറ്റീസ് ഒക്കെ ആർജിക്കുന്നതൊക്കെ ഈ സമയത്താണ്. അപ്പോൾ ഈ സമയത്ത് പ്രോത്സാഹനം കൊടുക്കണം എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ കൊടുക്കാതെ പ്രോത്സാഹിപ്പിക്കാതെ ഒക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഇൻഫീരിയറിറ്റി കോംപ്ലക്സ് ആയിട്ട് ഒക്കെ ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഈ സമയത്ത് കുട്ടിയെ 6 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികളെയൊക്കെ അവരുടെ കേപ്പബിലിറ്റീസിലൊക്കെ അവരെ മോട്ടിവേറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഒരു നല്ലൊരു ഡെവലപ്മെന്റ്, അവർക്കൊരു ശുഭാപ്തി വിശ്വാസമൊക്കെ ഉണ്ടാവും. അല്ലാത്ത പക്ഷം ഇതൊക്കെ നിരുത്സാഹപ്പെടുത്തുകയാണെങ്കിൽ അവർക്കൊരു ഇൻഫീരിയറിറ്റി കോംപ്ലക്സ് ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. സോ അടുത്ത സ്റ്റേജ് ആണ് സ്റ്റേജ് 5, അഡോളസൻസ് എന്ന് പറയുന്നത്. അഡോളസൻസ് എന്ന് പറയുമ്പോൾ ടീനേജ് ആണ്. ടീനേജ് എന്ന് പറയുമ്പോൾ 13 മുതൽ, ടീൻ തുടങ്ങുന്ന 13 മുതൽ ഉള്ള ഒരു 19 വരെയാണ് ടീനേജസ് എന്ന് പറയുന്നത്. ഈ ഒരു സമയത്ത് ഒരു വ്യക്തിക്ക് സെൻസ് ഓഫ് ഐഡന്റിറ്റി ഫോം ചെയ്യുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ റാപ്പിഡായിട്ട് വളരെ പെട്ടെന്നുള്ള ബയോളജിക്കൽ ചേഞ്ചസ് ഒക്കെ സംഭവിക്കുന്ന ഒരു സമയമാണ് ഈ ഒരു സമയത്ത്, ഈ ഒരു ഏജ്. ഈ ടീനേജ് എന്ന് പറയുമ്പോൾ ആ സമയത്ത് ഒരു ചൈൽഡ്, ഒരു വ്യക്തി അവരുടെ പാരൻസിൽ നിന്നൊക്കെ കുറച്ചൊന്ന് സെപ്പറേറ്റ് ചെയ്ത് അവരുടെ ഐഡന്റിറ്റി കാണിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്താറുണ്ട്. സോ ഇതാണ് ഈ ഒരു സ്റ്റേജിന്റെ പ്രത്യേകത. സോ അപ്പോൾ എറിക്സന്റെ 6ാമത്തെ സ്റ്റേജ് ആണ് സ്റ്റേജ് 6, യങ് അഡൽട്ട്ഹുഡ് എന്ന് പറയും. ഇത് 20 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള കാലഘട്ടത്തെയാണ് ഈ 6th സ്റ്റേജ് അല്ലെങ്കിൽ യങ് അഡൽട്ട്ഹുഡ് എന്ന് പറയുന്നത്. ഈ സമയത്ത് ഒരു വ്യക്തിക്ക് തോന്നുന്ന ഫീലിങ്സ് ആണ്, അല്ലെങ്കിൽ ഇന്റിമസി ആയിരിക്കും, അല്ലെങ്കിൽ ഐസൊലേഷൻ. സോ ഇങ്ങനെയുള്ള ഒരു കാലഘട്ടമാണിത്. ദ യങ് അഡൽട്ട് ഫേസസ് ദ ക്രൈസിസ് ഓഫ് ഇന്റിമസി വേഴ്സസ് ഐസൊലേഷൻ. ഇപ്പൊ ഈ ടീനേജിൽ ഉണ്ടായ ഡെവലപ്മെന്റ്, ഈ ഐഡന്റിറ്റി പ്രോസസ്, അത് പ്രോപ്പറായിട്ട് നടക്കുമ്പോൾ അവർക്ക് ഈ ഒരു യങ് അഡൽട്ട്ഹുഡ് സ്റ്റേജിൽ അവരുടെ ഒരു that allows the young adult to begin developing deep and lasting relationships. അതായത് ലാസ്റ്റ് ചെയ്യുന്ന ഡീപ്പ് റിലേഷൻസ് ഒക്കെ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഈ ടീനേജിലുള്ള അവരുടെ ഐഡന്റിറ്റി ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ചാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റേജിലെ യങ് അഡൽട്ട്ഹുഡ് എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ ഫാമിലി ലൈഫ് അല്ലെങ്കിൽ ജീവിത പങ്കാളിയുടെ കൂടെയുള്ള ലൈഫ്, ഇതൊക്കെ ഉൾപ്പെടുന്ന ഈ ഒരു കാലഘട്ടമാണ് നമ്മൾ യങ് അഡൽട്ട്ഹുഡ് എന്ന് പറയുന്നത്. Then the stage 7, that is known as adulthood, 40s to 50, 40 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് അഡൽട്ട്ഹുഡ് എന്ന് പറയുന്നത്. സോ ഇവിടെ 7th സ്റ്റേജിന്റെ പ്രത്യേകത 50s അഡൽട്ട് ഫേസ്, 40 and 50s ഇതിന്റെ ഇടയ്ക്കാണ്. അഡൽട്ട് ഫേസസ് ക്രൈസിസ് ഓഫ് ജനറേറ്റിവിറ്റി വേഴ്സസ് സെൽഫ് അബ്സോർപ്ഷൻ. ജനറേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഉൽപാദനക്ഷമത. സോ അതുപോലെ തന്നെ സെൽഫ് അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ സ്വയം ആഗീരണം ചെയ്യുക. സോ ഇവിടെ സെൽഫ് അബ്സോർബ്ഡ് ആയിട്ടുള്ള വ്യക്തികൾ അവരുടെ കരിയർ, അവരുടെ ജോലിയിൽ മുഴുകിയിരിക്കുകയാണ്, അല്ലെങ്കിൽ അവരുടെ കരിയർ അഡ്വാൻസ്മെന്റിലും മെയിൻ്റെനൻസിലും കൂടുതൽ ശ്രദ്ധിക്കുന്നു. അവരുടെ എബിലിറ്റിയെ കുറിച്ച് തിരിഞ്ഞു നോക്കാറില്ല. സോ സെൽഫ് അബ്സോർബ്ഡ് പേഴ്സൺസ് നെവർ ഡെവലപ്പ് an ability to look beyond themselves. അവരുടെ കഴിവിന്റെ അപ്പുറത്തേക്ക് അവർ നോക്കാറില്ല. അവർ കൂടുതലായിട്ടും ഈ സെൽഫ് അബ്സോർബ്ഡ് ആണ്. അവരുടെ നിലവിൽ ചെയ്യുന്ന ജോലിയിലേക്കും അതിന്റെ അഡ്വാൻസ്മെന്റിലും അതിന്റെ മെയിൻ്റെനൻസിലും മാത്രം കൂടുതൽ മുഴുകിയിരിക്കുന്നു. അതിനപ്പുറത്തേക്ക് അവർ ചിന്തിക്കാറില്ല എന്നുള്ളതാണ് ഈ സെൽഫ് അബ്സോർബ്ഡ് പീപ്പിളിന്റെ പ്രത്യേകത. ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ ജനറേറ്റീവ് പീപ്പിൾ ആണെങ്കിൽ അവരുടെ പ്രത്യേകത, ജനറേറ്റീവ് പീപ്പിൾ സീ ദ വേൾഡ് ആസ് മച്ച് ബിഗർ ദാൻ ദംസെൽവ്സ്. അത്
ലോകത്തിനെ വളരെ വലുതായിട്ട് കാണുന്നു. അപ്പോൾ പ്രൊഡക്ടിവിറ്റി ഇൻ വർക്ക് അതൊക്കെ അവർക്ക് വളരെ പ്രധാനപ്പെട്ടതായിട്ട് അവർ കാണുന്നു. അപ്പോൾ അവരുടെ ആ ഒരു ഇന്നോവേഷനും ക്രിയേറ്റിവിറ്റിയും കൊണ്ട് ആ ഒരു ഓർഗനൈസേഷനെ അവർക്ക് അതിന് നല്ല ബെനിഫിറ്റ് കൊടുക്കാൻ അവർക്ക് കഴിയുന്നു എന്നുള്ളതാണ് ഈ രണ്ടാമത്തെ കാറ്റഗറി. നമ്മൾ പറഞ്ഞ ജനറേറ്റിവിറ്റി എന്നുള്ള ഒരു സ്വഭാവ സവിശേഷതയുടെ പ്രത്യേകത, അല്ലെങ്കിൽ ഉൽപാദനക്ഷമത ഉള്ള വ്യക്തികൾ. സോ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു സ്റ്റേജിന്റെ നമ്മൾ എറിക്സന്റെ 7th സ്റ്റേജിന്റെ പ്രത്യേകതകൾ. സോ ദ 8th സ്റ്റേജ് ഈസ് നോൺ ആസ് later life. The adult of integrity has gained a sense of wisdom and perspective that can truly help guide future generations. വരും തലമുറയ്ക്ക് ഗൈഡ് ചെയ്യാൻ മാത്രമുള്ള വിവരവും അറിവും ഒക്കെ സമ്പാദിക്കുന്ന ഒരു സ്റ്റേജ്, അല്ലെങ്കിൽ ഇത്രയും അറിവും ഒക്കെ എക്സ്പീരിയൻസും ജീവിതാനുഭവങ്ങളൊക്കെ നേടിയെടുക്കുന്ന ആ ഒരു സ്റ്റേജിനെയാണ് നമ്മൾ ഇവിടെ ലേറ്റർ ലൈഫ് എന്ന് പറയുന്നത്. അതാണ് എറിക്സന്റെ 8th സ്റ്റേജ് ആയിട്ട് എറിക്സൺ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ ഇങ്ങനെ നിയോ ഫ്രോയിഡൻ തിയറിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട അറിയപ്പെടുന്നത് എറിക്സൺസ് സൈക്കോളജിക്കൽ സ്റ്റേജ് ആണ്. അപ്പം എറിക്സന്റെ ഈ ഫ്രോയിഡ് സ്റ്റേജിനെ കുറച്ചുകൂടെ മോഡിഫൈ ചെയ്ത് 8 സ്റ്റേജസ് ആക്കി എറിക്സൺ ഇത് ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. സോ ഇനി നമുക്ക് ഇതൊരു ചാർട്ടിലാക്കി നോക്കാം. എറിക്സൺ സ്റ്റേജുകൾ 8 സ്റ്റേജിൽ ആദ്യത്തെ സ്റ്റേജ് ഇവിടെ സൈക്കോളജിക്കൽ ക്രൈസിസ് ഇവിടെ എടുത്തു പറയുന്നുണ്ട്. അത് ട്രസ്റ്റ് അതിൽ മിസ്ട്രസ്റ്റ് എന്നുള്ളതാണ്. രണ്ടാമത്തേത് ഓട്ടോണോമി വേഴ്സസ് ഷെയിം, അല്ലെങ്കിൽ ഇവിടെ സ്വയംഭരണം. ഓട്ടോണോമി എന്ന് പറഞ്ഞ സ്വയംഭരണമാണ്. ഷെയിം രണ്ടാമത്തെ, അതും അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഷെയിം. അടുത്ത മൂന്നാമത്തേത് ഇനിഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ്. സോ അടുത്തതാണ് 4ാമത്തെ സ്റ്റേജ് ആണ്. അതിന്റെ സൈക്കോളജിക്കൽ ക്രൈസിസ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി ആണ്. ഇൻഡസ്ട്രി ഇവിടെ പരിശ്രമം അല്ലെങ്കിൽ ഹാർഡ് വർക്ക്, അതുപോലെ ഇൻഫീരിയോറിറ്റി അത് താഴ്ന്നു നിൽക്കുന്ന എന്നുള്ളതാണ് ഇൻഫീരിയോറിറ്റി. അതിന്റെ രണ്ടിന്റെ സ്വഭാവ സവിശേഷതകളാണ്. 5ാമത്തേത് ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ. ഐഡന്റിറ്റി ക്ലിയർ ആകുന്നു, മറ്റിടത്ത് റോൾ കൺഫ്യൂഷനിലാണ്. അത് റോൾ എന്താണ് റോൾ എന്ന് മനസ്സിലാവാതെ ഉള്ള ഒരു അവസ്ഥ. 6th വൺ ഇന്റിമസി വേഴ്സസ് ഐസൊലേഷൻ. 7th പ്രത്യേകത സൈക്കോളജിക്കൽ ക്രൈസിസ് എന്ന് പറയുന്നത് ജനറേറ്റിവിറ്റി വേഴ്സസ് സ്റ്റാഗ്നേഷൻ. ജനറേറ്റിവിറ്റി ഉൽപാദനക്ഷമത, മറ്റ് അതിന് എതിരായിട്ട് വരുന്നത് സ്റ്റാഗ്നേഷൻ അല്ലെങ്കിൽ കെട്ടിക്കിടക്കുന്ന അവസ്ഥ, ഒരു മൂവ്മെന്റ് ഇല്ലാത്ത അവസ്ഥ. സോ 8th വൺ ഈഗോ. സോ 8th വണ്ണിന്റെ സൈക്കോളജിക്കൽ ക്രൈസിസ് ആണ് ഈഗോ ഇന്റഗ്രിറ്റി വേഴ്സസ് ഡെസ്പയർ. ഇപ്പൊ ഈഗോ ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ അഹം സമഗ്രത എന്നൊക്കെയാണ് മലയാളത്തിൽ പറയുക. നമ്മുടെ അഹം എന്നുള്ള ഭാവം, അതിന്റെ സമഗ്രമായിട്ടുള്ള സമഗ്രത, അതിനെ വേഴ്സസ് ഡെസ്പയർ അല്ലെങ്കിൽ നിരാശ. അപ്പൊ ഇതാണ് ഈ ഒരു 8 എറിക്സന്റെ 8 സ്റ്റേജുകളിലും കാണുന്ന ഓരോ സ്റ്റേജിന്റെയും സൈക്കോളജിക്കൽ ക്രൈസിസ് എന്ന് പറയുന്നത്. ദെൻ ബേസിക് വെർച്യൂസ്, പിന്നെ അതിന്റെ ബേസിക് ആയിട്ടുള്ള ഗുണങ്ങൾ അല്ലെങ്കിൽ പുണ്യങ്ങൾ. സോ ഓരോന്നും ഇവിടെ നമുക്ക് ഫസ്റ്റില് ഹോപ്പാണ്, പ്രതീക്ഷ, വില്ല്, ദെൻ പർപ്പസ്, ദെൻ കോമ്പിറ്റൻസി, ദെൻ ഫിഡലിറ്റി, ദെൻ ലവ്, കെയർ ആൻഡ് വിസ്ഡം. ഇത്രയും കാര്യങ്ങളാണ് 8 സ്റ്റേജിന്റെ ബേസിക് വെർച്യൂസ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. സോ എന്തൊക്കെയാണ്? ഇപ്പൊ ഇവിടെ നമ്മൾ ഹോപ്പാന്ന് പറഞ്ഞു, പ്രതീക്ഷ, വിൽ നമ്മുടെ സമ്മതം, പർപ്പസ് ഉദ്ദേശം, ദെൻ കോമ്പിറ്റൻസി മാത്സര്യ അല്ലെങ്കിൽ പിന്നെ മത്സരിക്കാനുള്ള ഒരു കഴിവ്, ഫിഡലിറ്റി എന്ന് പറഞ്ഞാൽ വിശ്വസ്തത, ലവ് സ്നേഹം, കെയർ, ദെൻ വിസ്ഡം അറിവ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. ഇനി അപ്രോക്സിമേറ്റ് ഏജ് നമ്മൾ കാണിച്ചിരിക്കുന്നത് പോലെ ഇങ്ങനെ 8 സ്റ്റേജിന്റെയും ഏജുകൾ 0 to 18 months, then 18 months to 3 years, 3 to 5 years, 5 to 12 years, 12 to 18 years, 18 to 40, 40 to 65, then 65 years above. So ഇങ്ങനെ ഇതിന്റെ ഏജിന് ചെറിയ വ്യത്യാസങ്ങളൊക്കെ പല ചാർട്ടുകളിലും വ്യത്യാസം കാണും. ഓൾമോസ്റ്റ് ഒരു അപ്രോക്സിമേറ്റ് ഏജുകളാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഇതെയാണ് നമ്മൾ എറിക്സൺസ് സ്റ്റേജസ് എന്ന് പറയുക. എറിക്സൺ സ്റ്റേജസ് ഓഫ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ്.
സോ ഇതൊക്കെയാണ് നമ്മൾ സ്റ്റേജസ് ഓഫ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.